ഹായ് നമസ്കാരം, എൻ്റെ പേര് നൗഫൽ. ഞാൻ ഒരു വ്ളോഗ് ചെയ്തായിരുന്നു. തേപ്പളിയൻ എന്ന ഒരു ലേബിളിൽ ഒരു വ്ളോഗ് ചെയ്തായിരുന്നു. കിഴക്കേക്കോട്ട പാലത്തിലും ഒരു ഓവർബ്രിഡ്ജ് പാലമുണ്ടല്ലോ, അവിടെ പരസ്യമൊക്കെ വയ്ക്കുന്നത്, ആ പാലത്തിലും പിന്നെ കോട്ടയ്ക്കകത്ത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തും മറ്റേ മേത്തമ്മണിയുടെയൊക്കെ ഫ്രണ്ടിലും പിന്നെ കോട്ടയ്ക്കാവും ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു വ്ളോഗ് ഞാൻ ചെയ്തു. ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ടെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തേപ്പളിയൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വെബ് സീരീസ്. അപ്പോൾ അതിൽ തേപ്പളിയൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരു കക്ഷിയുണ്ട്, അല്ലാതെ അസിസ്റ്റൻ്റ് കൂടെ നടക്കുന്ന ഒരു പയ്യനുണ്ട്. ഇവർ രണ്ടുപേരെ കാല് പിടിച്ചാണ് ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ലാസ്റ്റിൽ കുറച്ച് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, ഡബ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. മറ്റേതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മൈക്കൊക്കെ ഫിറ്റ് ചെയ്ത് സ്പോട്ട് ഓഡിയോ എടുത്തിട്ട് ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ സാധനം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് മ്യൂസിക്കൊക്കെ മിക്സ് ചെയ്ത് സൗണ്ടൊക്കെ ലിപ്പൊക്കെ ക്ലിയർ ചെയ്ത് ഞാനെല്ലാം സ്വന്തമായിട്ട് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നത്. പക്ഷേ ഈ ഡബ് ചെയ്യണമെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. 3 വോയിസ് ഉണ്ട്. അത് ഈ തേപ്പളിയൻ എന്ന് പറഞ്ഞ കക്ഷി പകുതിയോളം ഡബ് ചെയ്ത് വെച്ചിട്ട് 4 ആഴ്ച അവൻ്റെ കാല് പിടിക്കുകയാണ്, പക്ഷേ വരുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു തേപ്പളിയൻ എന്ന് പറഞ്ഞൊരു വ്ളോഗ് ചെയ്യാമെന്ന്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഇതൊന്നുമില്ല, എങ്കിലും നമുക്ക് ഒന്ന് നോക്കാം. എല്ലാവരും ഒന്ന് സഹകരിക്കണം. ബോറടിക്കണമെങ്കിലും കുറച്ച് ദിവസമൊക്കെ കാണണം. ഓക്കെ, അപ്പോൾ വരുന്ന തെറ്റുകളൊക്കെ ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണത് കോവളമാണ്. കോവളം ശരി, അപ്പോൾ നമുക്ക് കോവളത്ത് പോവാം. ഓക്കെ വണ്ടികളൊക്കെ പാഞ്ഞ് വരുന്നു. ഓട്ടോ വരുന്നു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ സുഹൃത്തുക്കളൊക്കെ വെച്ച് ഇതുപോലെ എനിക്ക് വലിയ ആഗ്രഹമാണ് അത് ഈ എന്തെങ്കിലും വീഡിയോസ് ഇടണം എന്നുള്ള ആഗ്രഹം. നമ്മുടെ പ്രകാശ് എന്ന് പറഞ്ഞാണ് ഈ തേപ്പളിയൻ എന്ന് പറയുന്ന കക്ഷി. പ്രകാശ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഒരുമാതിരി സഹകരിക്കുന്ന ആളായിരുന്നു. ഇപ്പം പറ്റില്ലെന്ന്, നമുക്ക് പിന്നെ താങ്ങണില്ലേ, വലിയ വിഷമമായിപ്പോയി. കുറേ നാളുകൊണ്ട് നമ്മളായിട്ട് കഷ്ടപ്പെടുത്തരുത്. നമുക്ക് പിന്നെ ഞാൻ കുറേ കാലമായി ഈ കോവളത്തൊക്കെ പോയിട്ട് കോവളത്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഉദ്ദേശിക്കാൻ കാരണം, ചെറുപ്പകാലത്ത് നമ്മുടെ വാറ്റിക്കൊണ്ടൊക്കെ നടക്കുന്ന കാലമുണ്ടല്ലോ, ഈ പ്രേമമൊക്കെ തലയിൽ പിടിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ കൂടുതലും നമ്മൾ മനസ്സമാനത്തിന് വേണ്ടി, നമ്മളെ മനസ്സമാനം കിട്ടാൻ വേണ്ടി കോവളത്തൊക്കെയാണ് പോയിരിക്കുന്നത്. നമ്മുടെ 1-2 ഫ്രണ്ട്സുകളുണ്ട്. ഞാൻ അന്ന് സൂചിപ്പിച്ചൊക്കെ ഫ്രണ്ട്സുകളൊക്കെ തന്നെ ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു 3-4 ഫ്രണ്ട്സുകളായിട്ടൊക്കെ ഞങ്ങൾ കോവളത്ത് പോയി കടപ്പുറത്തും അല്ലാതെ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരും. ഭയങ്കര രസമാണ്. പിന്നെ ആ പ്രായത്തിൽ നമ്മുടെ ചിന്ത എന്താണ്, പ്രേമിക്കുക, ഒരു ലൈൻ അടിക്കുക, ഒരു ലൈൻ ഉണ്ടാവുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒരു 18 വയസ്സ്, ഇന്ന് കിളവനായി, 57 വയസ്സായി, ഒരു തൈ കളവനാണ്. മറ്റത് ചെറുപ്പകാലമല്ലേ. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു 1-2 പ്രാവശ്യമൊക്കെ കോവളത്ത് പോയിട്ടുള്ളൂ. എത്ര വർഷമായെന്നറിയോ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് കോവളത്ത് പോയാൽ കൊള്ളാമെന്ന്, അങ്ങനെയാണ് കോവളം തിരഞ്ഞെടുത്തത്. അപ്പോൾ കോവളത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ആ പ്രേമകാലം, ഈ പ്രേമത്തിൻ്റെ കാര്യം ആലോചിച്ചപ്പോഴാണ് ഞാനൊരു പെൺകുട്ടിയുടെ പിന്നെ എന്നെ മാത്രം ആരും ഇഷ്ടപ്പെടാത്തതെന്ന് ഞാൻ ആ കുട്ടിയുടെ ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞതെന്നറിയാം, പോയി കണ്ണാടി നോക്കാനെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. ഇവിടെ ഫാസ്ടാഗ് വേണം. എൻ്റെ ഇതില്ല. പിന്നെ കൊടുക്കണമെങ്കിൽ ഒരു 140 രൂപയോ 70 രൂപയോ കണ്ടാൽ കൊടുത്തേ പോകാൻ പറ്റൂ. അതുകൊണ്ട് വേണ്ട, നമുക്ക് പൈസ കൊടുക്കാതെ പോകാം കേട്ടാ.
പൈസ കൊടുക്കാനുള്ള വഴിയുണ്ട്. പൈസ കൊടുക്കാതെ നമുക്ക് പാച്ചല്ലൂർ വഴി കയറി ഇവിടെ ഏതെങ്കിലും കട്ടി കാണും, ഏതെങ്കിലും കട്ടിക്ക് വഴി കയറിപ്പോവാം. അപ്പോൾ പ്രേമത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പ്രേമലു ഇപ്പോൾ ഒരു സിനിമ വന്നല്ലോ, ഞാൻ കണ്ട്. സൂപ്പർ ഫിലിം കേട്ടാ, എന്തോ ഫിലിം. ആ സിനിമ കണ്ടപ്പോൾ ആ പ്രായമൊന്നും എന്തോ വണ്ടി എന്ത് അതെ പോവില്ലേ, പോകുമല്ലോ. ഇവിടെ സിമൻറ്റും അത് കോപ്പമൊക്കെ കച്ചവടം ചെയ്യണ സ്ഥലം. ഇതിനെന്താ തിരിച്ചെടുത്തത് റോഡ്? അതിരിക്കാൻ വഴിയില്ല, പോകും. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിനെക്കാട്ടി 140 രൂപ കൊടുത്ത് പോണതായിരുന്നു തോന്നുന്നു നല്ലത്. 140 70 70 140 കണ്ടാണ്. അങ്ങനെ പ്രേമലൂസ് എന്നാ ഫിലിം. സത്യം പറയാനല്ല, നമ്മളെ ഈ 57 വയസ്സൊക്കെ ആയപ്പോഴേ വിഷമം തോന്നുന്നു. ഈ കാലത്ത് ജനിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ കാലത്തില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാലത്തുള്ളത്. നമ്മളെ കാലത്ത് ഒന്നുമില്ലപ്പാ. ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഒരു കത്തയച്ചാൽ തന്നെ നമ്മൾ വന്നതിന് ശേഷമായിരിക്കും കത്ത് പറഞ്ഞത്, സത്യം. പിന്നെ ഇന്നൊക്കെ ആണെങ്കിൽ ഇതാ കണ്ടില്ലേ, ഒരു വണ്ടി വന്നു. നിൽക്കൂ. നമ്മൾ ഒന്ന് പോയതിന് ശേഷം ഒരു മിനിറ്റ് തട്ടു ഇല്ല. രക്ഷപ്പെട്ടു. നമ്മളെ കാലത്തൊക്കെ പിന്നെ എന്താണ് പറഞ്ഞത്, ഗൾഫിൽ നിൽക്കുമ്പോൾ കത്തൊക്കെ അവിടെ നിന്ന് അയച്ചതിന് ശേഷം നമ്മൾ വന്നാലും കത്തിഞ്ഞെത്തൂല. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ സൗദി അറേബ്യ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ ഇതുപോലെ ഒരു കത്ത് അയച്ചിട്ട് എന്നെ അവിടെ നിന്ന് കയറ്റി. കന്നന്തിരിവൊക്കെ കൂടുതലല്ലേ എൻ്റെ ചെറുപ്പകാലത്ത്. അപ്പോൾ ആ കന്നന്തിരിവ് കൊണ്ട് എന്നെ അവിടെ നിന്ന് കയറ്റി വിട്ടു. ഇവിടെ വന്നപ്പോൾ ഒരു മിനിറ്റ്, റോഡ് അങ്ങനത്തെ റോഡ്, ശരി, ഓക്കെ, രക്ഷപ്പെട്ടു. അപ്പം ഇവിടെ വന്നപ്പോൾ 3-ൻ്റെ അന്ന് കണ്ടാണ് കത്ത് വന്നത്. ആ കത്ത് ഇവിടെ വന്നത്. അയ്യോ, സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു സിനിമ ഞാൻ കണ്ട്, മമ്മൂട്ടിയുടെ ഫിലിം. പടത്തിൻ്റെ പേരെന്തോന്ന്, പേര് മറന്നുപോയല്ലോ. മമ്മൂട്ടിയുടെ പടത്തിൻ്റെ പേര് കുഴപ്പം ഇതാണ്, പേര് മറന്നു. പറയാം, ഓർമ്മ വരുമ്പം പറയാം. ഇപ്പോൾ തിരുവല്ലം വഴി അങ്ങ് കയറിയ നമുക്ക് ടോള് കൊടുക്കണ്ട. പിന്നെ ഇതാണ് തിയേറ്റർ, തിരുവല്ലം തിയേറ്റർ, നക്കി നാരായണ. ചെറുപ്പകാലത്ത് ജയൻ്റെ ഫിലിമെല്ലാം ഞാനിവിടെ കാണിച്ചു തരാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഫ്രണ്ട് വ്യൂ പിടിച്ചാണ് പോയത്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് സിനിമ കാണാൻ പറഞ്ഞൊക്കെ ഇവിടെയാണ്. ഇതുവഴി ഇങ്ങനെ നടന്നു വരും. അന്ന് ഇതുപോലെ വാഹനങ്ങളൊന്നും നിങ്ങളെ തിരക്കൊന്നുമില്ല. ഒരു മിനിറ്റ്, ശ്രദ്ധ പോവും. വണ്ടി നിർത്തണേ. ഓക്കെ, അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഇവിടെയാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ, ചിത്രാഞ്ജലി കോംപ്ലക്സ്.
കാണാമോ? ദോ ആ ജംഗ്ഷനിൽ ദോ കാണുന്നുണ്ട് ചിത്രാഞ്ജലി. ഇത് ഈ കാണുന്നതാണ് ചിത്രാഞ്ജലി ജംഗ്ഷൻ. ഇതുവഴി കയറി അങ്ങ് പോയാൽ മതി. അപ്പോൾ കുറേ കാലം സിനിമ ഭ്രാന്തമായിട്ടൊക്കെ നടന്ന സമയത്ത് ഇവിടെ 1-2 സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതും അങ്ങനെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് അകത്ത് പോകാനുള്ള ഒരു ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര രസമാണ് ചിത്രാഞ്ജലി. എപ്പോൾ പോയാലും അതിനകത്ത് ഷൂട്ടിങ്, ഏതെങ്കിലും സീരിയലിൻ്റെയോ അല്ലെ സിനിമയുടെയോ ഷൂട്ടിങ് എന്തായാലും കാണും. അങ്ങനെ നമ്മൾ നമ്മുടെ ചെറുപ്പകാലം ഇത് പാച്ചല്ലൂർ പോകുന്ന വഴിയിലാണേ. പാച്ചല്ലൂർ ജംഗ്ഷൻ എത്തിയില്ല, അതിന് മുമ്പുള്ള സ്ഥലമാണ്. ഓക്കെ. അപ്പോൾ പാച്ചല്ലൂരെത്തി. പാച്ചല്ലൂർ മുത്തൂർ SBI, പിന്നെ ഇതൊക്കെ വളരെ ചെറിയ കടകളും ഒരു ചെറിയ ഒരു അന്തരീക്ഷമുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, കംപ്ലീറ്റ് ഭയങ്കര വ്യത്യാസമായി. കടകൾ ഇഷ്ടംപോലെ കടകൾ വന്നു. കടകൾ വരുമ്പോഴാണല്ലോ വ്യത്യാസം. ഈ പള്ളി ഉണ്ടല്ലേ, മുസ്ലിം പള്ളിയും മാറി. ഞാൻ നമസ്കരിക്കാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പോകുന്നത് കോവളത്താണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ വരാതെ അതുവഴിയാണ് പോയിരുന്നെങ്കിൽ ഏകദേശം കോവളം എത്തും. അവിടെ മറ്റേ ടോള് കൊടുത്താണ് പോയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു 10-70 രൂപ പോയാലും വേണ്ടില്ലായിരുന്നു, ടോള് കൊടുത്ത് പോകേണ്ടതായിരുന്നു. അപ്പോൾ പ്രേമലു കാണേണ്ട ഫിലിമാണ് കേട്ടോ. എന്ത് സുഖം കണ്ടുകൊണ്ടിരിക്കുക, ഒരു സീന് പോലും ബോറില്ല. പടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ അറിയില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് പോലും നമുക്കൊരു ബോറടിയില്ല. നല്ല ഒഴുക്കം ഫിലിം, കൊച്ചു പിള്ളേരുടെ സിനിമയാണേ. അതായത് എൻ്റെ പ്രായം തന്നെ കുറഞ്ഞതുപോലെയാണ് ഞാൻ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നത്. സത്യം. ഞാൻ ഈ ചെറുപ്പകാലത്ത് സിനിമ അന്നത്തെ കാലത്തൊക്കെ ഇരുന്ന സിനിമ കാണുമ്പോൾ ഒരു സുഖം നമുക്ക് തോന്നുമല്ലോ, ഒരു വല്ലാത്ത ഒരു ഫീല്. ആ ഫീല് ഒരു ലവ് ഫീല് എന്ന് പറയാം. അങ്ങനെ ആ ഫീലിലിരുന്ന് കാണാം. ഉഗ്ര ഫിലിം പ്രേമലു. രണ്ടാമത്തെ മമ്മൂട്ടിയുടെ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ പടത്തിൻ്റെ പേര് മറന്നു പോയല്ലോ. ഒരു ഇല്ലം. സിനിമകളൊക്കെ കാണും കേട്ടാ, എനിക്കിതാണ് കുഴപ്പം, പേരുകൾ മറന്നു പോകും. അപ്പോൾ മമ്മൂട്ടിയുടെ സിനിമ കണ്ട് ഞാൻ വിചാരിച്ചു 10-200 വർഷം മുമ്പ് ആ ഇല്ലത്തിൽ ഞാൻ പെട്ടതുപോലെ തോന്നി. സത്യം. എല്ലാം കഴിഞ്ഞ് ഇത് പുറത്ത് ഇറങ്ങിയതിന് ശേഷം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ആ ഇല്ലത്തിൽ നിന്ന് ഞാൻ പുറത്ത് വന്നതുപോലെ. ആ മമ്മൂട്ടിയുടെ അഭിനയം, എൻ്റെ പൊന്നെ, ഈ മനുഷ്യൻ എന്ത് മനുഷ്യനാണ്. അഭിനയിക്കാൻ വേണ്ടി മാത്രം ജനിച്ച മനുഷ്യന് തോന്നുന്നു. ഇങ്ങനെ ഒരു ഫിലിം ഇല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ രീതിയിലുള്ള ഒരു ഫിലിം നമ്മളെ ഏതോ ഒരു ലോകത്ത്. അത് മാത്രമല്ല, ഈ മനുഷ്യൻ ഒരു ചിക്കൻ കടിച്ചു വലിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ മുഖമൊക്കെ വേറെ കാര്യമുണ്ട്. ഈ ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നത്
മമ്മൂട്ടിയെ എങ്ങനെ മേക്കപ്പ് ചെയ്താലും ഇത്രയും ഒരു ക്രൂവൽ ഫിഗർ കിട്ടൂല. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുമ്പോൾ പുള്ളിയുടെ ഡള്ള് മേക്കപ്പ് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ആ കാലഘട്ടം കാണിച്ചപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് നല്ലത്. പിന്നെ സാധാരണ പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ഇത്, കളറിൽ അവർ കളറിനെ എടുത്ത് മാറ്റിക്കൊണ്ടുള്ള എന്തോ പദ്ധതി ചെയ്തിട്ട് അതിൽ ഉള്ളതാണ്. ഒരു കളർ മോഡാണ് കിടക്കുന്നത്. ഒരു വ്യത്യസ്തത ഉണ്ട്. സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീലൊന്നും അല്ല. അതുമാത്രമല്ല, ആ മനുഷ്യൻ ഇത് എന്തു കാണിക്കുന്നത്? എൻ്റെ ജിന്ദഗിയിൽ ഇങ്ങനെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. അപാരം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ അയാളെ കൊണ്ട് പറ്റും. വാഴമുട്ട എത്തി. ഇതാണ് വാഴമുട്ട. ഈ സിഗ്നലിൽ നിന്ന് കട്ട് ചെയ്ത് ഓരോരുത്തൻ കയറി പോകണം. നമ്മൾ നേരെ ഹൈവേ വഴി വന്നെങ്കിൽ നേരെ ഇവിടെ വന്ന് പെടേണ്ടതാണ്. ഇതുവഴി നേരെ ക്രോസ് ചെയ്ത് പോകണം. പക്ഷേ ഓരോരുത്തർ കയറി പോകണം. ഫ്രീ വേ ആണല്ലേ? ശരി, ഓക്കെ. അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് വാഴമുട്ട കേട്ടോ. വാഴമുട്ടം ക്ഷേത്രം ഇങ്ങനെയൊന്നുമല്ല കിടന്നത് കേട്ടോ ഈ റോഡുകൾ. എൻ്റെ ചെറുപ്പത്തിൽ ഇതിലേക്ക് ഒന്ന് പോകണമെങ്കിൽ വിഴിഞ്ഞം ബസ്സിൽ തെള്ളും തിരക്കും ആയിട്ടാണ് പോണത്. ദുരിതമാണ് യാത്രയൊക്കെ. ഇന്നല്ലേ കാറും അതും ഇതൊക്കെ വന്നത്. കാറിൻ്റെ കാര്യം, ഈ കാറ് എൻ്റെ കാറല്ല, എൻ്റെ മകളുടെ ഭർത്താവ്, അതായത് എൻ്റെ മരുമകൻ്റെ കാറാണ്. എൻ്റെ കാർ എനിക്കൊരു കാറുണ്ടായിരുന്നു വണ്ടി, മറ്റേ ഇവിടെ ഒരു സ്ഥലത്തിറങ്ങണമായിരുന്നു ഒരു സാധനം പ്രിൻ്റ് ചെയ്തത് കൊടുക്കാൻ. ഇതെന്തായാലും കോവളത്ത് പോയി പോട്ട്. ചെറുപ്പകാലത്ത് ബസ്സിലല്ലേ യാത്ര. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കാർ എൻ്റെ മരുമകൻ്റെ കാറാണ്. എൻ്റെ ടാറ്റ ഇൻഡിക്കായിരുന്നു. ഇൻഡിക്ക അതൊരു പഴയ വണ്ടി. പിന്നെ ഈ വണ്ടി മരുമകൻ വാങ്ങിച്ചപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്തിന് 2 വണ്ടിക്ക് ടാക്സും കൊടുത്ത് ഇങ്ങനെ നമ്മൾ ഒരു വണ്ടി മതി. അങ്ങനെ വിറ്റ്. മറ്റത് എത്ര രൂപയ്ക്കെന്നറിയാം? നിങ്ങൾ പേടിച്ചു. 21 രൂപയ്ക്ക് വിറ്റ്. എന്നിട്ട് പേര് മാറ്റാൻ 3000 സംതിങ് രൂപ ചിലവായി. അപ്പോൾ എനിക്ക് കിട്ടിയത് എത്ര? ഒരു സൈക്കിളിൻ്റെ പൈസ 16,000-17,000 രൂപയാണ് എനിക്ക് കിട്ടിയത്. ഇവിടെ ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടാണ് നമുക്ക് പോവേണ്ടത്, കോവളം. ശരി, പോട്ടെ. വണ്ടികൾ ഇഷ്ടംപോലെ നിൽക്കും. ഇതൊക്കെ ഈ ഹൈവേ പുതിയ ഹൈവേ. സിഗ്നൽ കഴിച്ചു. ഇവിടെ നിന്ന് നേരെ പോണത് കന്യാകുമാരി വരെ പോവാം. കന്യാകുമാരി വരെ നമുക്ക് പോവാം. ഞാനൊക്കെ പോയിട്ടുണ്ട് ഈ റൂട്ട് വഴി.
കന്യാകുമാരി ആറ്റിങ്കര പള്ളി ഒക്കെ ഇതുവഴി ഒരുക്കാൻ പോയിട്ടുണ്ട്. രസമായിരുന്നു ഒരു ട്രിപ്പ്. മരുമകളുള്ളപ്പോൾ അന്ന് ഈ കാറല്ല വേറൊരു കാറുണ്ട്. 2 വണ്ടിയിൽ ഞങ്ങൾ പോയി. ഭയങ്കര രസമാണ്. അങ്ങോട്ട് പോകുമ്പോൾ റോഡൊക്കെ നല്ല നമ്മൾ ഗൾഫിൽ ഡ്രൈവ് ചെയ്ത പോലെ ഇരിക്കും. ഗൾഫിലെ റോഡ് പോലെ ഇരിക്കും. സൂപ്പർ റോഡ്. അങ്ങനെ സിഗ്നൽ പോയി. നേരത്തെ കുറച്ചുകൂടെ ശ്രമിച്ചിരുന്ന ഞാൻ സിഗ്നൽ കിട്ടിപ്പോയാ. സിഗ്നൽ പോയി. ശരി, വരും. നോക്കാം. ബൈക്ക് നോക്കിയേ, ബുള്ളറ്റ് കിട്ടും. പുതിയതായിട്ടൊക്കെ പുള്ളി എവിടെ പോകണം? 21 സെക്കൻഡ് ട്രാവലർ റോഡ്. ഓക്കെ. സിഗ്നൽ വീഴുന്നു, നമ്മൾ പോകുന്നു. ഇതാണ് കോവളത്ത് പോകുന്ന വഴി. അങ്ങനെ നിങ്ങൾ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ എല്ലാ അതായത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് എടുക്കണ എൻ്റെ വീഡിയോകൾ പ്ലീസ് കാണണം. സ്കിപ്പ് ചെയ്ത് കാണരുത്, സ്കിപ്പ് ചെയ്ത് കളയരുത് പ്ലീസ്. ഇവിടെ നല്ല വ്യൂ ആണ്. നല്ല ശരി. എന്തായാലും നമുക്ക് കോവളത്തിൽ തന്നെ പോകാൻ നേരെ പോട്ടെ. ഈ കാണുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ടാണ് പോണത്. ഇവിടെ ഞാനും ഷാജാൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. അവനുമായിട്ട് ഇതിൽ നടന്നു വന്നപ്പോൾ ഈ ഹോട്ടലിൽ അന്ന് കാണില്ലേ, ഈ ഹോട്ടലിൽ അന്ന് പായസം എന്തോന്നതിനെ പറയുന്നത്, പല വിധത്തിലുള്ള പായസമേള ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ബസ്സിലൊക്കെയാണ് പറഞ്ഞത്. അന്ന് 2 വീലറൊന്നുമില്ല. പായസമേള നടന്നത് ഇവിടെയാണ്. ഹോട്ടൽ ഇൻഡിക്കേറ്ററിൽ തിരിയണോ? ഓക്കെ. അങ്ങനെ കോവളം. പിന്നെ ഈ പരിപാടി അത്ര എളുപ്പമല്ല വ്ളോഗ് ചെയ്യണത്. കണ്ടന്റ് നല്ല രീതിയിൽ സംസാരിക്കണം. എൻ്റെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമൻറ്റ് തറയിൽ ചിരട്ടയിട്ട് തയ്ക്കും പോലെ. ബാർ ബിയർ പാർലറുകളും ബാറുകളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അത് വേണ്ട. സീസൺ അല്ലേ? സീസൺ ഇപ്പോഴ് ഫെബ്രുവരി ആയി. ഡിസംബറിലൊക്കെയാണ് തോന്നുന്നു നല്ല സീസൺ. എങ്കിലും ജനങ്ങളൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. ബസ് വന്നു. നേരെ അപ്പുറത്ത് പോകും. നമുക്ക് അവിടെ പോയിട്ട് വരാം. മുമ്പ് ഇതിൽ നടന്നു വരുന്നത് ഈ ഭാഗത്തൊരു കട ഉണ്ടായിരുന്നു. ഒരു പെണ്ണും പിള്ള അവിടെ നിൽക്കും. ആ കാലഘട്ടം ഭയങ്കരം തന്നെ. കടൽ കാണുന്നു. കടൽ. അങ്ങനെ മമ്മൂട്ടിയുടെ ഫിലിം അപാര സിനിമയാണ് കേട്ടാ. പറ്റുന്നവരൊക്കെ പോയി കാണണം. എന്തോ ഫിലിം അത്. ബ്രഹ്മ. എവിടെയെങ്കിലും ഇടാം, അതാണ് നല്ലത്. ഇട്ടിട്ട്
ഇവിടെ ഫൈനൽ യു ആർ കമ്മിങ് ഫ്രം അയർലൻഡ്. Ireland, a long way. Yeah, long way. Oh, very long, eh? Yeah, very nice for this lovely evening.